5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ യൂണിറ്റായ നോൺ വയലൻസ് വിസ്ഡം പവർ, അഹിംസ അറിവ് അധികാരം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം നമുക്ക് ആ പാഠത്തിലെ പ്രവർത്തനങ്ങളും വർക്ക്ഷീറ്റുകളും ചെയ്തു നോക്കാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ഗംഗാ സമതലത്തിലേക്കുള്ള ആര്യന്മാരുടെ മുന്നേറ്റം നമ്മൾ ചർച്ച ചെയ്തല്ലോ. ആര്യന്മാരുടെ വ്യാപനത്തെ തുടർന്ന് BC 6ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാ സമതലത്തിൽ കാർഷിക മേഖലകൾ രൂപം കൊണ്ടു. കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ അവ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ഇത്തരം ജനപദങ്ങൾ ഗോദാവരി തടം വരെ വ്യാപിച്ചിരുന്നു. അവയിൽ 16 എണ്ണം ശക്തിയാർജിച്ചു. അവയെ മഹാജനപദങ്ങൾ എന്ന് വിളിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മഗധ. തന്നിട്ടുള്ള ഭൂപടം നോക്കൂ. അത് നിരീക്ഷിച്ച് മഗധയുടെ സ്ഥാനം കണ്ടെത്താൻ കഴിയുമോ? ഇന്നത്തെ ബീഹാറിൻ്റെ ഭാഗമായിരുന്നു മഗധയുടെ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ എന്താണ് ജനപദങ്ങൾ? കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ മേഖലകൾ ജനപദങ്ങൾ എന്ന് അറിയപ്പെട്ടു. The settlements with newly developed trading centers and towns were known as ജനപദാസ്. അപ്പോൾ മഹാജനപദങ്ങളോ? ഗംഗാ സമതലം മുതൽ ഗോദാവരി തടം വരെ വ്യാപിച്ചിരുന്ന അനേകം ജനപദങ്ങളിൽ 16 എണ്ണം ശക്തിയാർജിച്ചു. ഇവ മഹാജനപദങ്ങൾ എന്ന് അറിയപ്പെട്ടു. മഹാജനപദാസ്. Among the ജനപദാസ് that stretched from the Gangetic plain to the Godavari basin, 16 janapadas gained power. These were known as Mahajanapadas. അന്നത്തെ ആ പ്രധാന മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ? മഗധ, അംഗം, വജ്ജി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മാത്സ്യം, ഗാന്ധാരം, കാംബോജം എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. ഈ ഭൂപടം നോക്കൂ. മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്നും അവ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നും ഈ ഭൂപടത്തിൽ നോക്കിയാൽ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാകും. മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മഗധ. മഗധയുടെ വളർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? വൻതോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു മഗധ. മഗധയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത് ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗമായിരുന്നു. ഗ്രോത്ത് ഓഫ് മഗധ. മഗധ ഹാഡ് ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ. The use of iron weapons and implements were instrumental in the growth of Magadha. ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് അക്കാലത്ത് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായത്? ഗംഗാതടത്തിൽ ഇടതൂർന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ഇരുമ്പ് കൊണ്ടുള്ള മഴു സഹായകമായി. ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാൻ കഴിഞ്ഞു. യൂസസ് ഓഫ് അയൺ ഇംപ്ലിമെൻറ്റ്സ്. Iron axe was effective in clearing the dense forests of the Gangetic plain. They were able to till hard soil using iron plow share. ഈ രീതിയിൽ മഗധയിൽ എന്തൊക്കെ പുരോഗതികളാണ് ഉണ്ടായത്? കാർഷികോൽപാദനം വർദ്ധിച്ചു. തുടർന്ന് വാണിജ്യ രംഗത്തുണ്ടായ പുരോഗതി നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി. കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഉണ്ടായ മുന്നേറ്റത്തിലൂടെ മഗധ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചു. പ്രോഗ്രസ് ഇൻ മഗധ. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. ദിസ് സ്റ്റിമുലേറ്റഡ് ട്രേഡ് ആൻഡ് ദ സബ്സിക്വന്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. മഗധ അറ്റൈൻഡ് പ്രോസ്പെരിറ്റി വിത്ത് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. അക്കാലത്തെ പ്രബല ശക്തിയായി മാറുന്നതിൽ മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു പദസൂര്യനായി പൂർത്തിയാക്കിയാലോ? ഇരുമ്പിൻ്റെ ലഭ്യത, വാണിജ്യരംഗത്തുണ്ടായ പുരോഗതി, കാർഷികോൽപാദനം, നഗരങ്ങളുടെ വളർച്ച. Complete the word web. Factors that helped Magadha to grow as a powerful kingdom. Large deposits of iron ore. Progress of trade.
agricultural production, growth of cities. ഇത് രാജാജ്ഞയാകുന്നു. യജ്ഞത്തിനായിട്ട് പ്രാണിഹിംസ മേലിൽ പാടില്ല. ജീവരക്തം ചൊരിഞ്ഞുള്ള ഒരു ആചാരവും ഇവിടെ വേണ്ട. മാംസം കൊണ്ടുള്ള പൂജ വേണ്ട. അറിവ് നേടുക, അതാണ് ജീവിതം. ദയയുള്ളവനെ ദയ കിട്ടൂ എന്ന് ധരിപ്പിക്കുകയാണ് ഈ വിളംബരം. ഇത് രാജാജ്ഞ. ഇതൊരു രാജാജ്ഞ അല്ലെങ്കിൽ രാജകൽപ്പനയാണ്. ഇതാരുടേതാണ്? നമുക്ക് നോക്കാം. അഹിംസ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മഗധയിലെ ഭരണാധികാരിയായിരുന്ന ബിംബിസാരൻ്റെ വിളംബരമാണിത്. എന്തായിരിക്കാം ഇത്തരമൊരു വിളംബരത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് നോക്കാം. This is the proclamation of King Bimbisara of Magadha. What could have prompted him to make such a proclamation? ഒരു രാജ്യം എന്ന നിലയിലുള്ള മഗധയുടെ വളർച്ചയിൽ കാർഷിക പുരോഗതി വഹിച്ച പങ്ക് നാം മനസ്സിലാക്കിയല്ലോ. കന്നുകാലികളായിരുന്നു കാർഷിക മേഖലയുടെ അടിത്തറ. നിലം ഉഴുന്നതിനും വളത്തിനും കാലികൾ ആവശ്യമായിരുന്നു. എന്നാൽ യാഗങ്ങളുടെ ഭാഗമായി വൻതോതിൽ കന്നുകാലികളെ കൊന്നൊടുക്കിയത് കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ബിംബിസാരൻ ഇത്തരമൊരു വിളംബരം പുറപ്പെടുവിച്ചത്. We have discussed the role of agricultural progress in the growth of Magadha to a powerful kingdom. Cattle were the backbone of agricultural sector in those days. They were essential for plowing and a source of manure. Extensive killing of cattle as offerings during the yagas adversely affected agriculture. It is in this context that King Bimbisara made such a royal proclamation. ഇതേ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കെതിരായി 2 മതങ്ങൾ ആവിർഭവിച്ചു. അവയായിരുന്നു ജൈനമതവും ബുദ്ധമതവും. വർദ്ധമാന മഹാവീരൻ പ്രചരിപ്പിച്ച ജൈനമതവും ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതവും അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. വ്യാപകമായ മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത്. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് Buddhism and Jainism evolved against the inequalities that existed in the society. Jainism, propagated by Vardhamana Mahavira, and Buddhism by Gautama Buddha gave emphasis to ahimsa. It was widespread animal sacrifice that prompted Buddha and Mahavira to spread the doctrine of ahimsa. സാധാരണക്കാരൻ്റെ ഭാഷയിലായിരുന്നു അവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത് ആയിരുന്നു. ബുദ്ധൻ പാലി ഭാഷ ഉപയോഗിച്ചു. രാജകുടുംബത്തിൽ വളർന്ന ബുദ്ധനും മഹാവീരനും എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങളുടെ കഷ്ടതകൾ അവരെ അസന്തുഷ്ടരും അസ്വസ്ഥരുമാക്കി. ജനങ്ങളുടെ ദുരിതങ്ങൾക്കുള്ള ആശ്വാസ മാർഗങ്ങളാണ് അവർ അന്വേഷിച്ചത്. They preached their ideology in the language of the common man. Prakrit was the language that Mahavira used, while Buddha used Pali language. Mahavira and Buddha were brought up in royal families in the lap of every luxury. Still, they were unhappy and worried about the sufferings of the common man and thought of the ways to relieve them of their sufferings. ജൈനമത തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു? ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ജെയിൻ പ്രിൻസിപ്പിൾസ്: റൈറ്റ് നോളേജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് കണ്ടക്ട്. ബുദ്ധമത തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാം. ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസ്: ദ വേൾഡ്ലി ലൈഫ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്. ഡിസയർ ഈസ് ദ സോൾ റീസൺ ഫോർ അൺഹാപ്പിനെസ്. വൺ ക്യാൻ വാർഡ് ഓഫ് സഫറിങ്സ് ഇഫ് വൺ ഫ്രീസ് വൺസെൽഫ് ഫ്രം ഡിസയേഴ്സ്. Adopting the eightfold path frees one from desires and sufferings. ഇനിയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് ജൈന ബുദ്ധ മതങ്ങൾ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയത്? Why did Buddhism and Jainism give much importance to the idea of ahimsa? വർദ്ധമാന മഹാവീരൻ പ്രചരിപ്പിച്ച ജൈനമതവും ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതവും അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. വ്യാപകമായ മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത്. ജൈനിസം propagated by Vardhamana Mahavira and Buddhism by Gautama Buddha gave emphasis to ahimsa. It was widespread animal sacrifice that prompted Buddha and Mahavira to spread the doctrine of ahimsa. കൂട്ടുകാർ, ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഈ ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. ഇത് എവിടെയൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അതെ, കറൻസി നോട്ടുകളിലും സ്റ്റാമ്പുകളിലും പോസ്റ്റ് കാർഡിലുമൊക്കെ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് നമ്മുടെ ദേശീയ മുദ്രയാണ്. അശോക ചക്രവർത്തി സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് ഈ മുദ്ര എടുത്തിട്ടുള്ളത്. അതിലുള്ള അശോക ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കാണുന്നത്. മഗധ കേന്ദ്രമാക്കി വളർന്നു വന്ന മൗര്യ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ രാജവംശം സ്ഥാപിച്ചത്. Isn't this picture familiar to you? Where have you seen it? It is our national emblem. It is taken from the pillar erected by Emperor Ashoka at Saranath. The Dharma Chakra of Ashoka depicted in the emblem can be seen at the center of our national flag. Ashoka was the most important among the kings of the Maurya dynasty with Magadha as the capital. It was Chandragupta Maurya who established the Maurya dynasty. കൂട്ടുകാർ, അർത്ഥശാസ്ത്രത്തെക്കുറിച്ചും ചാണക്യനെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ടോ? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. ഇദ്ദേഹം കൗടില്യൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ചാണക്യൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ശക്തവും കാര്യക്ഷമവുമായ ഒരു ഭരണത്തിൻ്റെ സംഘാടനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമേയം. അർത്ഥശാസ്ത്ര. ചാണക്യ, also known as Kaudilya, was the chief advisor of Chandragupta Maurya, the founder of the Mauryan Empire. Arthashastra is the greatest work of Chanakya. It discusses how a powerful and effective administration should be organized. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാം. ജൈനമത പ്രചാരകൻ വർദ്ധമാന മഹാവീരൻ. പ്രൊപ്പഗേറ്റർ ഓഫ് ജൈനിസം വർദ്ധമാന മഹാവീര. ബുദ്ധമത സ്ഥാപകൻ ഗൗതമ ബുദ്ധൻ. ഫൗണ്ടർ ഓഫ് ബുദ്ധിസം ഗൗതമ ബുദ്ധ. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ. ഫൗണ്ടർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി ചന്ദ്രഗുപ്ത മൗര്യ. അർത്ഥശാസ്ത്രം എഴുതിയതാര്? ചാണക്യൻ. അർത്ഥശാസ്ത്ര വാസ് റിട്ടൺ ബൈ ചാണക്യ. സാരാനാഥിലെ സ്തംഭം സ്ഥാപിച്ചതാര്? അശോകൻ. പില്ലർ അറ്റ് സാരാനാഥ് ഇറക്റ്റഡ് ബൈ അശോക. മറ്റൊരു തുടർ പ്രവർത്തനം. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആവിർഭാവം കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നുവെന്ന് പറയാമോ? വ്യക്തമാക്കുക. വാസ് ദ എമർജൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ദ നീഡ് ഓഫ് ദ പീരിയഡ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ഒപ്പീനിയൻ. ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ആവിർഭാവം കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ്യം അടക്കമുള്ള സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയാണ് ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ചത്. യാഗങ്ങളുടെ ഭാഗമായി വൻതോതിൽ കന്നുകാലികളെ കൊന്നൊടുക്കിയത് കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. കന്നുകാലികളായിരുന്നു കാർഷിക മേഖലയുടെ അടിത്തറ. നിലം ഉഴുന്നതിനും വളത്തിനും കാലികൾ ആവശ്യമായിരുന്നു. വർദ്ധമാന മഹാവീരൻ സ്ഥാപിച്ച ജൈനമതവും ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതവും വ്യാപകമായ മൃഗബലിക്കെതിരെ അഹിംസ എന്ന തത്വം പ്രചരിപ്പിച്ചു.
The emergence of Jainism and Buddhism was the need of the period. Jainism and Buddhism emerged against the social inequalities, including Chaturvarnya, that existed in the society during the period. Extensive killing of cattle as sacrifice during yagas adversely affected agriculture. Cattle were the backbone of agricultural sector. Cattle were needed for plowing land and as a source of manure. Jainism, founded by Vardhamana Mahavira, and Buddhism, founded by Gautama Buddha, propagated the principle of non-violence against widespread animal sacrifice. മറ്റൊരു ചോദ്യം, ജനപദങ്ങളുടെ രൂപീകരണത്തിൽ കാർഷിക മേഖലയ്ക്കുള്ള പങ്ക് എന്തായിരുന്നു? What role did the agricultural sector play in the formation of the Janapadas? ജനപദങ്ങളുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത് ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗമായിരുന്നു. ഗംഗാതടത്തിലെ ഇടതൂർന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ഇരുമ്പുകൊണ്ടുള്ള മഴു സഹായകമായി. ഇരുമ്പു കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഫലമായി കാർഷികോൽപാദനം വർദ്ധിച്ചു. തുടർന്ന് വാണിജ്യരംഗത്തുണ്ടായ പുരോഗതി നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി. The use of iron weapons and implements were instrumental in the growth of Janapadas. Iron axe was effective in clearing the dense forests of the Gangetic Plain. They were able to till hard soil using iron plowshare. Consequently, agricultural production increased. This stimulated trade and the subsequent growth of cities. അപ്പോൾ ജനപദങ്ങളെക്കുറിച്ചും ബുദ്ധമതം, ജൈനമതം എന്നിവയുടെ ആവിർഭാവത്തെക്കുറിച്ചുമൊക്കെ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.